ഡോളോ 650 ഡോളോ 650 എന്ന് പറഞ്ഞാൽ മൈക്രോലാബ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. എന്താ എന്റെ കോണ്ടന്റ്? പാരസെറ്റമോൾ 650 മില്ലിഗ്രാം. ഇത് അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോയും ഇല്ലാതെയാക്കാൻ പല ദുഷ്ടശക്തികളും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വീഡിയോകൾ ചെയ്തു പോകാൻ കഴിയുകയുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ എന്നെ തന്നെ, ചാനലിനെ മാത്രമല്ല എന്നെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നേക്കാം. പക്ഷേ വലിയ പേടിയൊന്നുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഒറ്റത്തടിയാ. എന്ത് ചെയ്യാനാ നീയൊക്കെ എന്നെ കൂടിപ്പോയാൽ അങ്ങ് ഇല്ലാതാക്കും, ഇത്രയല്ലേ ഉള്ളൂ. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല, നീയൊക്കെ അങ്ങ് ചെയ്. അതാണ് എൻ്റെ മൂഡ്. ഏത് മൂഡ്? ചിൽ മൂഡ്. അതുകൊണ്ട് തന്നെ റോണി ചേട്ടാ, താങ്കളുടെ ഇന്നലെ വന്ന ഇൻ്റർവ്യൂ കണ്ടപ്പോൾ, ഡോക്ടർ റോണി മുമ്പ് ഡോക്ടറായിരുന്നു, ഇപ്പോൾ നടനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ റോണി ചേട്ടൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ കണ്ട ഇൻ്റർവ്യൂ, അതിലെ ഒരൊറ്റ കാര്യം, ഡോളോ 650, അവിടെ നിന്നാണ് ചേട്ടാ ഈ വീഡിയോയുടെ ആരംഭം. മനസ്സിലായോ? ഈ വീഡിയോയുടെ ആരംഭം അവിടെ നിന്നാണ്. നിങ്ങൾ വിഷം കൊടുക്കാറുണ്ടോ? ഈ അമ്മ എന്ന താരസംഘടനയുടെ പുറകിലൂടെ വിഷം കൊടുക്കാറുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? നിങ്ങളൊരു ഡോക്ടറല്ലേ, ഡോക്ടർ ആയിരുന്നില്ലേ? എവിടെയാണെങ്കിൽ പോലും വിമർശിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ ഡോളോ 650 എന്ന പേരെടുക്കാം. അതല്ലാതെ ആ പേരെടുത്തതിൻ്റെ പുറകിലെ ചേതോ വികാരം അതെന്താണ്? നിങ്ങളുടെ ആ ഇൻ്റർവ്യൂ കണ്ട് ഒരു വ്യക്തി, ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള ഒരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തു. അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതിലേക്ക് പോകാം. അതിനു മുമ്പ് ശ്വേതാ മേനോൻ ജി രാജിവെച്ചില്ലല്ലേ? രാജിവെക്കൂല, എനിക്കറിയാം. എങ്ങനെ രാജിവെക്കും? രാജിവെക്കത്തില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് ആളുകൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞിട്ടും കുത്തിയിരുന്ന് മറ്റേ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇപ്പം ആൾക്കാരൊക്കെ കാല് പിടിച്ച് ശ്വേതാ മേനോനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളൊരു സാധനം കൊണ്ടുവരണമല്ലോ. അല്ല, എന്നാലല്ലേ അദാനിയുടെ കോടികളൊക്കെ ഇങ്ങ് എത്തത്തുള്ളൂ, അല്ലേ? എന്നാലല്ലേ 20% കൈയിട്ട് വാരാൻ പറ്റുള്ളൂ, അല്ലേ? ശ്വേതാ മേനോൻ ജി കൊള്ളാം, ന്യൂസൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഡോക്ടർ റോണി, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം അതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി നന്നായിട്ട് തിരക്കി. എന്നെക്കാട്ടിലും നല്ല അറിവുള്ള ഒരാളാണ് ഡോക്ടർ റോണി എന്ന് പറയുന്ന വ്യക്തി. അല്ലെങ്കിൽ എന്നെക്കാട്ടിലും നല്ല അറിവുള്ള, ഈ മെഡിക്കൽ പരമായിട്ടൊക്കെ അറിവുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തണം താഴെ കമൻറ്റ് ബോക്സിൽ. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് തിരുത്താൻ മടിയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ മെസ്സേജ് ഇടുക. കാരണം ഞാൻ വേറൊരാളിൽ നിന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടാണ് ഈ ഒരു കാര്യം സംസാരിക്കാൻ വരുന്നത്. ഡോക്ടർ റോണി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അതിനോടൊന്നും യോജിപ്പ് ഒരു പരിധിയിൽ കൂടുതൽ ഇല്ലാത്ത ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ള ഒരു വ്യക്തി, ഞാൻ അയാളുടെ ഡീറ്റെയിൽ ഒന്നും ഒരിക്കലും പുറത്തു വിടില്ല. കാരണം ഞാൻ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസാണ്. എന്നോട് അവർ വെച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ഞാൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ വീഡിയോ കാണുന്ന ഒരാളാണ്, ഇവിടെ ഉള്ള ഒരാളല്ല. പക്ഷെ അവർ പറയുന്ന, ഈ റോണി എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് ഈ ഒരു ഡോളോ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റിന്റെ പേര് വന്നപ്പോൾ തന്നെ അവരെന്നോട് ചോദിച്ചൊരൊറ്റ കാര്യമുള്ളൂ, ഈ ഡോളോ ഒക്കെ ഈ അമ്മ സംഘടനയിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ടോ ഇവര്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനൊന്ന് തിരക്കട്ടെ. ഞാൻ തിരക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, ഈ ഒരു ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷം കൊടുക്കുന്നതിന് തുല്യമാണ്. കിഡ്നിയും ലിവറും എല്ലാം അടിച്ചു പോകും. അതുപോലെ തന്നെ അത് പ്രൊഡക്ഷൻ നടത്തുന്ന മൈക്രോലാബ്സ് എന്ന് പറയുന്ന കമ്പനി, അത് മൈക്രോലാബ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു സംശയം കൊടുക്കുന്നുണ്ടോ ഈ താരസംഘടനയിൽ ഈ ഒരു ടാബ്ലറ്റ്? പോകാം, വളരെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് തുടങ്ങേണ്ടത് ഡോക്ടർ റോണിയുടെ ഇൻ്റർവ്യൂവിൽ നിന്നാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി പറയാൻ, ഞാൻ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വോയിസ് മാത്രം കേൾപ്പിക്കാം. കാരണം ഇത് വേറൊരു ചാനലിൽ വന്ന ഇൻ്റർവ്യൂ ആണ്. നമുക്ക് ചിലപ്പോൾ
ചാനൽ ഇല്ലാതാക്കാൻ മൂടുള്ള ആളുകൾ ചിലപ്പോൾ അത് വെച്ച് സ്ട്രൈക്ക് തന്നേക്കാം. അതുകൊണ്ട് കേൾപ്പിക്കാം അദ്ദേഹം പറയുന്നത്, റോണി പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് കാണണം, ഇന്റർവ്യൂ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അപ്പൊ എന്തായാലും ഇത് കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അൻസിബ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായത്, സഞ്ജീവനി പദ്ധതി കഴിഞ്ഞ വർഷം സഞ്ജീവനി പദ്ധതി തുടങ്ങുന്നത് ഷാർപ്പായിട്ട് പറയണമെങ്കിൽ നമ്മൾ അഡ്ഹോക്ക് കമ്മിറ്റി ചില ഹേമ കമ്മിറ്റി ഇഷ്യൂ ഒക്കെ ശേഷം ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ആയിട്ട് മാറി കഴിഞ്ഞപ്പോൾ സിദ്ദിഖിക്കയാണ് ഇതിന്റെ സഞ്ജീവനി ഇനീഷ്യേറ്റ് ചെയ്തത് ഫെബ്രുവരി 2025. ചോദിക്കാവുന്ന ചോദ്യം കംപ്ലീറ്റ്. അപ്പം ആ സഞ്ജീവനി പദ്ധതിയായി ബന്ധപ്പെട്ട് അത് ആൾക്കാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. എസ്പെഷ്യലി ഇപ്പം കലാകാരന്മാരിലെ ഒരു ടൈം കഴിഞ്ഞവർക്ക് അവർക്കുള്ള മരുന്ന് എന്നുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എത്തിക്കുന്നു. ഒരു നല്ലൊരു അംഗങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്. ഓക്കെ. പക്ഷെ അത് നമ്മളൊക്കെ കരുതിയിരുന്നത് അതൊരു നല്ല രീതിക്ക് നടന്നു പോവുകയായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് പറയുന്നത്, അപ്പൊ അതിനകത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു മരുന്ന് കമ്പനി അത് കൊടുത്തിരുന്നു. പക്ഷെ അത് പിന്നീട് പെട്ടെന്ന് അത് മാറി എന്നാണ് അൻസിബ് ഒരു ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്കും കേൾക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട്. അപ്പം ഇപ്പൊ ആ കലാകാരന്മാർക്കൊന്നും മരുന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മുടക്കം സംഭവിക്കുന്നുണ്ടോ? ആഫ്റ്റർ ഓൾ നമ്മളെയൊക്കെ രസിപ്പിച്ച ആസ്വദിപ്പിച്ച കലാകാരന്മാരാണ് അവർ. അപ്പൊ അവരുടെ ഒരു ലൈക് ബേസിക് ആയിട്ടുള്ള ഹെൽത്തിന് എന്തെങ്കിലും ഒരു നിൽക്കുന്നത്. ഒരുപാട് നമ്മളെന്താ പറയാ, ഇത് ചരിത്രം പറയുകയാണെങ്കിൽ ഫെബ്രുവരി 2025 സിദ്ദിഖിക്ക് ബാബുരാജനുള്ള സമയത്താണ് ഈ പരിപാടി തുടങ്ങുന്നത്. വളരെ നല്ല പ്രോഗ്രാമാണ്, തന്നെ പറഞ്ഞത് നല്ല പ്രോഗ്രാമാണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് അൻസിബ മാത്രമാണ് ഇതിനകത്ത് അതിന്റെ ഒരാളായിരുന്നു അതിന്റെ പരിപാടി കൊടുത്തിരുന്നത്. അപ്പൊ അൻസിബ് അത് നടത്തി. ഫെബ്രുവരി മാസം മുതൽ ഓഗസ്റ്റ് 15 ഞങ്ങൾ ഭരണസമിതി ഞങ്ങൾ കയറുന്നത്, ഞങ്ങൾ ഓഗസ്റ്റ് 15 അതെ കറക്റ്റ്, ശ്വേതാമേനോൻ, കുക്കു പരമേശ്വരൻ, അൻസിബ, ജയൻ ചേർത്തല, ഉണ്ണീഷ് പോലൊക്കെ ഞങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പൊ ഓഗസ്റ്റ് 15 നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൃത്യം പറഞ്ഞ ഓഗസ്റ്റ് 25 ഞങ്ങളുടെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്. അന്ന് സഞ്ജീവനിയിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പിണറായി വിജയൻ സാർ നടത്തിയ പ്രവർത്തനമായിരിക്കില്ലല്ലോ വി ഡി സതീശൻ സാർ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി വേറെയാണല്ലോ, വിജയൻ സാറിന്റെ ആഭ്യന്തരമന്ത്രി വേറെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഇവർക്ക് മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയിട്ട് ഞാനാണ് ആപ്റ്റം തോന്നി, പക്ഷെ ഞാനല്ല എന്റെ ഹെഡ്. അത് പുള്ളിക്കാരത്തി പറഞ്ഞാലുള്ള തെറ്റാണ്. ജയൻ ചേർത്തല ചേട്ടനാണ് എന്റെ ഹെഡ്. അതിന്റെ താഴെ തന്നെ അഞ്ജലി നായർ, ആശ അരവിന്ദ്, പിന്നെയാണ് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ നമ്മളൊരു ഗ്രൂപ്പായിട്ട് അതിൽ തന്നെ വർക്കിംഗ് അങ്ങനെയാണ്. ഞാനല്ല എന്റെ ഹെഡ്. അപ്പോ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ജേർണലിസത്തിനെ കുറിച്ച് ഞാൻ അന്നേരം സംസാരിക്കാൻ പറ്റും. എനിക്ക് പറയുന്നതിലൊരു പരിമിതി ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിലും എനിക്ക് അറിവ് കൂടുതലാണ്. അപ്പൊ 25 നമ്മൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ആ ദിവസം അൻസിബേന്റെ ഇൻചാർജ് മാറ്റി, സഞ്ജീവൻ ഇത് മാറ്റി. അത് അൻസിബയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കറിയാതെ. കാരണം നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് മാറ്റുമുള്ള വിഷമം. ചേട്ടൻ തന്നെ ഇവിടെ പറയുന്നു, നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ മാറ്റുമ്പോൾ ഒരു വിഷമം. ആ വിഷമം ആർക്കാണെങ്കിലും വരത്തില്ലേ? അല്ല, ആ പെൺകുട്ടി നന്നായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് താങ്കൾ തന്നെ പറയുന്നു. പിന്നെന്തിനാണ് ആ പെൺകുട്ടിയെ മാറ്റിയത്? പിന്നെന്തിനാണ് ആ പെൺകുട്ടിയെ മാറ്റിയത്? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇന്റർവ്യൂ കുട്ടി ആ ഒരു സ്പോട്ടിൽ തന്നെ ചോദിക്കേണ്ടതായിരുന്നു ഡോക്ടർ റോണിയോട്, എന്തിനു മാറ്റി? അല്ലടാ, പുള്ളി തന്നെ പറയുന്നു നല്ല രീതിയിൽ അൻസിബ നടത്തിക്കൊണ്ടിരുന്നതാണ്, പിന്നെന്തിനാ അൻസിബ മാറ്റുന്നു? നല്ല രീതിയിൽ ആ പെൺകുട്ടി നടത്തുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെയല്ലേ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടത് മുന്നോട്ടും. എന്തിനു മാറ്റി? ഇല്ലെങ്കിൽ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വേറൊരാളെ ആക്കാം. നന്നായിട്ട് നടത്തിക്കൊണ്ട് ഒരു കാര്യം പോകുന്ന ഒരാളെ നമ്മൾ ആരെങ്കിലും മാറ്റുമോ? ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പൊസിഷൻ വിടൂ. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, എൻ്റെ അപ്പുറം ഒരു ചേട്ടൻ തട്ടുകട നടത്തുന്നു, നല്ല ദോശ ചമ്മന്തിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആ ചേട്ടനെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ആ ചേട്ടൻ്റെ മോൻ പറയാ, അച്ഛൻ ഇവിടെ ദോശയും ചമ്മന്തിയും കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അവൻ അടുത്ത ദിവസം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം പോയി, കട പോയി ഇല്ലേ? ഇവിടെ അത് തന്നെ ആയിരിക്കത്തില്ലേ സംഭവിച്ചു കാണുക? അല്ല ഡോക്ടർ റോണി ചേട്ടാ, കയ്യിൽ നിന്ന് പോയപ്പോൾ എവിടെങ്കിലും, എനിക്കറിയില്ല എന്താണ് ചേട്ടൻ അവിടെ ഉദ്ദേശിച്ചതെന്നുള്ളത്. വാട്ടവോ, നമുക്ക് ബാക്കി കേൾക്കാം, വരുന്നതേ ഉള്ളൂ കഥകളൊക്കെ. ചോദ്യങ്ങൾ ആരും ചോദിക്കാതില്ലാത്തതുകൊണ്ടാണ് അല്ലേ ഇങ്ങനെ അങ്ങ് വായി തോന്നുന്ന വിളിച്ചങ്ങ് പറഞ്ഞിട്ട് പോകുന്നത്? അല്ല, ഇത് എല്ലാവർക്കും സംഭവിക്കും. ഇപ്പം ഞാൻ ഈ പറയുന്നതിനകത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നേക്കാം. എന്നോട് അടുത്തൊരാൾ ചോദിക്കുമ്പോഴായിരിക്കും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ. ഇതൊക്കെ ബേസിക് മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളാണ് ചേട്ടാ. അതുപോലെ ചേട്ടന് പറ്റിയൊരു കാര്യം ഇത്, കയ്യിൽ നിന്ന് പോയി അല്ലേ. ബാക്കി കേൾക്കാം. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും എനിക്ക് ഞെട്ടിപ്പോയ കാര്യം എന്ന് വെച്ചാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ഈ ബിസിനസ്സിൽ പങ്കാളിയാണ്. അദ്ദേഹത്തെ മാറ്റിയിട്ടില്ലെന്നല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല, ബിസിനസ് ഏരിയ നമ്മൾ കുറച്ചു. അദ്ദേഹം പണ്ട് കോഴിക്കോട് നിന്ന്
എല്ലാ ഓൾ ഓവർ കേരള സപ്ലൈ ചെയ്യുമായിരുന്നു. അതിന് പകരം നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ആയിട്ട് തിരിച്ചു. തിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പൊ അമ്മയുടെ അടുത്ത ഭാഗത്താണ് ശ്രീ ഓമന ഔസേപ്പ് ആന്റി, നമ്മുടെ മെമ്പറാണ്. അമ്മയുടെ ഓഫീസിൽ നിന്ന് 500 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ആ ആന്റിക്ക് ഒരു മരുന്ന് വരണമെങ്കിൽ കോഴിക്കോട് നിന്ന് കൊറിയർ അയക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ നമുക്കിവിടെ അമ്മയുടെ ഓഫീസിൽ നിന്ന് 500 മീറ്റർ അപ്പുറത്ത് സേവനയുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അടുത്തുള്ള മെഡിക്കൽ, എറണാകുളത്ത് ഒരു കല്ലെറിഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ വീഴും, അറിയാം. അല്ല, എറണാകുളത്ത് കല്ലെറിഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ വീഴും ചേട്ടാ. പക്ഷേ താര സംഘടനയിലെ മെമ്പേഴ്സിന് മരുന്ന് കൊടുക്കുന്നത് ഇങ്ങനെ ആവണോ? നിങ്ങൾ പറഞ്ഞല്ലോ ആ ചേച്ചിക്ക്, നിങ്ങൾ ആ അമ്മ എന്ന സംഘടനയുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചി, അവർക്ക് മരുന്ന് അവിടെ നിന്ന് അടുത്തുനിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ അവർക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് മേടിച്ചാൽ പോരെ? ഇത് അങ്ങനെയല്ലല്ലോ, ഈ പരിപാടി അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. അവർക്ക് മരുന്ന് ഏതൊക്കെയാണോ ആവശ്യമുള്ളത് അത് നേരത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ തീരുമ്പോഴത്തേക്ക് അവർക്ക് തൊട്ടപ്പുറം പോയി മേടിക്കാം, അതാണ് നല്ലത്. അല്ലാതെ കോഴിക്കോട് എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? തീരുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ഇനി ഒരാഴ്ചത്തേക്കും കൂടെ ഉള്ള മരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 4 ദിവസത്തേക്കുള്ള മരുന്നേ ഉള്ളൂ. ആ 4 ദിവസത്തേക്ക് മരുന്ന് ഇരിക്കുമ്പോൾ തന്നെ അടുത്ത സാധനം അവിടെ എത്തണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ ചേട്ടൻ പറ, ആ ഒരു കളി പിടിക്ക്. ഏത്? അങ്ങനെ കൊട്ടി കളിക്ക്. ഒറ്റടിക്ക് 6 അടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അടുത്ത ബോൾ ചിലപ്പോൾ ചേട്ടൻ ഔട്ടായി പോയാലോ ഇതുപോലെ. അല്ല, 6 അടിക്കുന്നതാ നല്ലത്. 6 അടിച്ച് കളിക്കുന്നതാണ് നല്ലത്. പക്ഷെ ചേട്ടനെ കൊണ്ട് ഇപ്പം അത് പറ്റുന്നില്ല. ഓക്കെ, അത് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, ബാറ്റ് തെന്നി പോകുന്നു. ഇപ്പം പറ്റിയതുപോലെ, നേരത്തെ പറ്റിയില്ലേ, അതുപോലെ ഇപ്പം പോയി. നേരത്തെ എത്തിക്കണം മരുന്ന്, എന്താ പറ്റത്തില്ല നേരത്തെ എത്തിക്കാൻ? തീരുമ്പോഴാണോ എത്തിക്കേണ്ടത്? അല്ല, ഇന്ന് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് തന്നെ മരുന്ന് വേണം. അപ്പം തൊട്ടടുത്തൊന്ന് മേടിക്കുന്നത് നല്ലത്. അതിനാണ് പറയുന്നത്, നേരത്തെ എല്ലാം അറിഞ്ഞ് ആ കൊച്ചത് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, പ്രോപ്പറായിട്ട് മരുന്ന് എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നതല്ലേ ചേട്ടാ. അപ്പം ചേട്ടൻ പറയുന്നു ഇൻസുലിൻ. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ചേട്ടാ, എല്ലാവർക്കും വെയിറ്റ് ചെയ്യും ചേട്ടാ. വേറൊരു കാര്യം, ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനുമായിട്ട് ചേട്ടൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ചേട്ടാ? ഉണ്ടോ? ബാക്കി കേൾക്കാം. അപ്പൊ ഇത്രയും മെഡിക്കൽ ഷോപ്പുകളടുത്ത് കോഴിക്കോട് നിന്ന് വരുത്തണ്ട എന്നുള്ളൊരു തീരുമാനം നമ്മളെടുത്തു. 2 കാരണമാണ് അതിനകത്ത്. ഒന്ന്, നമുക്ക് ഒരു അംഗം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പോയി പ്രിസ്ക്രിപ്ഷൻ ഇന്ന ഡോക്ടർ മാറ്റി, മോനെ ഇന്ന മരുന്നുകൾ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു ഫാർമസി ഉണ്ടെങ്കിൽ ഇന്ന ആൾക്ക് ഇന്നതുണ്ട് എത്തിച്ചേക്കണേന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് ഇപ്പൊ നമ്മള് വീട്ടിലെത്തും. നമ്മുടെ അമ്മയിലെ അംഗങ്ങൾ എറണാകുളത്ത് മാത്രം 30 പേരാണ്. ഓമന ഔസേപ്പ് ആന്റി, ജനാർദ്ദൻ അങ്കിള്, ബാബു നമ്പൂരി സാർ തുടങ്ങി 30 പേരുണ്ട്. അതെല്ലാം ഈ വെണ്ണല്ല സ്റ്റേഡിയം, നമ്മുടെ കലൂര്, ചെമ്പുമുക്ക്, അങ്ങനെ പല പലയിടത്തേക്കാണ് കിടക്കുന്നത്. ആലുവയിലുണ്ട്, കുറച്ച് പേര് പറവൂരുണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഈ പെട്ടെന്ന് ഉള്ള സൗകര്യത്തിനാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ കാര്യം കേൾക്കാം ചേട്ടാ. അതിനു മുമ്പ് പെട്ടെന്നുള്ള സൗകര്യത്തിനാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചേട്ടനോട് പറയട്ടെ. എല്ലാ മാസവും എല്ലാവർക്കും ഇത്ര രൂപയുടെ മരുന്ന് വേണമെങ്കിൽ അത്രയും രൂപയെ അങ്ങ് അവർക്ക് കൈ കൊടുത്ത്, ആ രൂപ അങ്ങ് കൊടുത്താൽ പോരെ? അവരെന്നാ പിന്നെ വീടിൻ്റെ അടുത്തുള്ളടത്തൊന്ന് മേടിച്ച് കഴിച്ചോളുമല്ലോ. എന്തിനാ ചേട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്തിനാ ആ പൈസ കൊടുത്താൽ പോരെ? അല്ലേ? എന്തിനാണ് ഓരോ മെഡിക്കൽ, ഇപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആണെങ്കിലും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് നിങ്ങളൊരു ഒരു കൊട്ടേഷൻ മേടിച്ച് എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഒന്നിച്ച് മരുന്നെടുക്കുമ്പോൾ ലാഭമാണ്, അല്ലേ? അല്ലാതെ ഒരാളുടെ മരുന്ന് ഇവിടെ തീർന്നു ഉടനെ അടുത്തുള്ളിടത്തും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. അതേ അവിടെ ഉള്ളവർക്ക് അവിടെ തീർന്നു, ആലുവ ഉള്ളവർക്ക് ആലുവ തീർന്നു ഉടനെ അടുത്തുള്ളിടത്തും സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. എന്തോ ചേട്ടൻ ഈ പറയുന്നത്? അല്ല, കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് എറണാകുളത്ത് വേറൊരു ടീം കൊടുക്കുന്നു, കോഴിക്കോട് വേറൊരു ടീം കൊടുക്കുന്നു. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പേ താങ്കൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ എന്തിനാ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അടുത്തത് അവിടുന്ന് മേടിക്കാലോ, അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ? നഷ്ടമല്ലേ? എത്ര രൂപ ആരൊക്കെ അവിടെ മിടുങ്ങുന്നുണ്ട് എന്നറിയാൻ പറ്റത്തില്ലല്ലോ. നേരെ മറിച്ച് ഒരു സ്ഥാപനം, ബേസിക്കലി ഒരൊറ്റ സ്ഥാപനം അയച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എല്ലാ മാസവും തുടക്കത്തിൽ തന്നെ അവിടെ ഉള്ള ആളുകൾക്ക്, അവിടെ ഉള്ള ആർക്കൊക്കെയാണോ മരുന്ന് വേണ്ടത് അവർക്കുള്ള മരുന്ന് ഒറ്റയടിക്ക് നേരെ അമ്മ എന്ന് പറയുന്ന, ഇപ്പം ഇൻസുലിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചേട്ടൻ പറയുന്നുണ്ട്. ചേട്ടാ, അത് പ്രോപ്പർ കണ്ടെയ്നേഴ്സ് ആയിട്ട് നിങ്ങളുടെ അവിടെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ആ കൊടുക്കുന്ന സമയം വരെ നിങ്ങളുടെ അമ്മ ഓഫീസിൽ സൂക്ഷിച്ചൂടെ? അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചൂടെ? അല്ല, ഇപ്പൊ ചോദ്യം വരും, എന്നോട് ഇപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, എടാ മണ്ട, നീ എന്തായി പറയുന്ന, മരുന്ന് കേടായി പോകത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇതൊക്കെ പറഞ്ഞതേ. ഇൻസുലിൻ്റെ കഥയൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്, ഇൻസുലിനെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ചു ചേട്ടാ. ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാം പ്രേക്ഷകർക്കേ. ചേട്ടൻ വലിയ കഥകളൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ മറ്റു പലതും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. അല്ല, ഇതിപ്പോൾ പറയുന്നത് പോലും അവിടുന്ന് മേടിച്ചു കൊടുത്താൽ പോരെ, ഇവിടുന്ന് മേടിച്ചു കൊടുത്താൽ പോരെ, ഇവിടെ ഉള്ളവർ കൊടുക്കത്തില്ലേ? അപ്പോൾ ഈ
ഒന്നാമത് കണക്കൊന്നും ഇത്രയും ഈ 10 മാസം അവിടെ ഇരുന്നിട്ട് ഒന്നും വീണ്ടും 45 ദിവസം ചോദിച്ച ടീമുകളാണ് നിങ്ങൾ. അതിങ്ങനെ ഈ കുഴഞ്ഞു മറിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് മറ്റോടത്തുനിന്നും ഒക്കെ എടുക്കുന്നതുകൊണ്ടല്ലേ. പ്രോപ്പറായിട്ട് ഒരിടത്തുനിന്ന് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ. അല്ലെ, നിങ്ങൾ ഇപ്പൊ ഇതിന് മുമ്പ് ആൾക്കാർ ഇരുന്ന് പ്രോപ്പറായിട്ട് എന്തിനാ, ചേട്ടൻ തന്നെ പറഞ്ഞു, അവിടെ തന്നെ തീർന്നു. ചേട്ടൻ തന്നെ പറഞ്ഞു അൻസിബ പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. പിന്നെ ചേട്ടൻ പറയുന്നതിനകത്ത് യാതൊരു ഒന്നും ഇല്ല ചേട്ടാ, തള്ളിക്കളയും ചേട്ടന്റെ കഥയെ നമ്മള്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ കോഴിക്കോട് നമ്മൾ ഇൻസുലിൻ അയക്കുന്ന പ്രമേഹ രോഗികളെ വ്യക്തികൾക്ക് ഇൻസുലിൻ അയക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇൻസുലിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അൻസിബയ്ക്ക് കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്. ഇൻസുലിൻ അയക്കുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മൾ ഒരു 8 മുതൽ 10 മണിക്കൂർ കൂടുതൽ ഇതിന്റെ ഒരു കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇൻസുലിൻ മരുന്നുകൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ അത് അവിടെ നിന്ന് അയക്കുന്ന സമയത്ത് ഈ കൊറിയർ കമ്പനികൾ തന്നെ അത് പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാഞ്ഞിട്ട് അത് ചിലപ്പോൾ നമ്മൾ കാലിക്കട്ട് നിന്ന് അയക്കുമ്പോൾ നമ്മൾ എറണാകുളത്ത് വരുമ്പോൾ നമ്മൾ അടുത്ത ദിവസം കിട്ടില്ല. അടുത്ത ദിവസം മോർണിംഗ് കിട്ടും. അപ്പോഴേക്ക് ഒരു 36 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ആയി കാണും. പലർക്കും കിട്ടുമ്പോൾ ഫോർ എക്സാമ്പിൾ ജനാർദ്ദൻ സാറ്, ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ, അതുപോലെ തന്നെ ശ്രീ രാജാ സാഹിബ്, ഇവരൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു നമുക്ക് കിട്ടുന്ന മരുന്ന് പലപ്പോഴും ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എറണാകുളം ട്രിവാൻഡ്രം സെപ്പറേറ്റ് ആക്കിയത്. സിംഗിൾ പോയിന്റ് ബാക്കി കേൾപ്പിക്കാമേ. ചേട്ടാ ഇവരിത് ആരോടാ ചേട്ടാ പറഞ്ഞത്? അല്ല, പറഞ്ഞതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? നിങ്ങളായിട്ട് വന്നങ്ങ് പറയുന്നതല്ലേ ഉള്ളൂ. എന്തെങ്കിലും തെളിവുകളുണ്ടോ? ജസ്റ്റ് ഒരു സംശയം. ഇനി വേറൊരു കാര്യം, ഇൻസുലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ചേട്ടാ ഈ എന്താണ് കൊറിയർ കമ്പനികളുടെ ഡിലേ ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നേരിട്ട് അവിടുന്ന് ആരാണോ അയക്കുന്നത്, ഏത് കൊറിയർ കമ്പനിയാണോ അയക്കുന്നത്, അവരെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ഇത് അമ്മ എന്ന താരസംഘടനയിലേക്കുള്ളതാണ്, മരുന്നുകളാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എത്തിക്കത്തില്ലായിരുന്നോ? അല്ല, എൻ്റെ ഒരു സംശയം, ജസ്റ്റ് ഒരു സംശയം ചോദിക്കാമല്ലോ. അല്ല, അതിൻ്റെ പേരും പറഞ്ഞ് അവിടുത്തെ ക്യാൻസൽ ചെയ്ത് അവിടെ വേറെ ആളെ കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു സംഗതി അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഇപ്പം എന്താണ് ഈ ഒരു പ്രത്യേക കണ്ടെയ്നേഴ്സിനകത്തൊക്കെ ആക്കി, ഇപ്പം ഇൻസുലിൻ്റെ കാര്യം പ്രത്യേക കണ്ടെയ്നേഴ്സിനകത്താക്കി ആർക്കൊക്കെയാണോ എറണാകുളത്ത് വേണ്ടത്, അല്ലെങ്കിൽ എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത് ആർക്കൊക്കെയാണോ അങ്ങോട്ടേക്ക് അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊറിയർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ്. പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും വലിയ ആൾക്കാർ, താരസംഘടനയിലെ അംഗങ്ങൾ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ആരാണെങ്കിലും ചെയ്യും, ഇല്ലേ? അതിനൊന്നും എന്താ മുതിരാഞ്ഞത്? അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ബാക്കി കേൾക്കാം. നിന്ന് വന്നിരുന്നപ്പം ഇതിന്റെ എല്ലാ ബില്ല് കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നെന്നും ഇതൊക്കെ അറിയാമായിരുന്നെന്നും, പക്ഷെ ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോഴ്സുമായിട്ടുള്ള ഞാൻ പറഞ്ഞ കോമൺ സെൻസ് വെച്ചാല് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഒരാൾക്ക് നമുക്ക് കൊറിയർ ആൾക്കൊരു മരുന്ന് വേണം, നമ്മൾ കാലിക്കട്ട് നിന്നാണ് അയക്കുക. സിമ്പിൾ കോമൺ സെൻസ്. അത് അവിടെ അടുത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും. ആൾക്ക് ശ്വാസം മുട്ടുള്ള ആൾക്ക് ശ്വാസം മുട്ടൽ കഴിഞ്ഞ ആള് ഏകദേശം പോറായിട്ടാണോ ഇൻഹേലർ എത്തേണ്ടത്? നമുക്കിത് ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ. ചേട്ടാ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ആള് പോകാനാവുമ്പോഴത്തേക്കല്ല, അതിന് മുമ്പ് ഒരു 2 ദിവസം 3 ദിവസം മുമ്പ് അവിടെ എത്തിക്കണം. എന്താ പറ്റത്തില്ല നിങ്ങൾക്ക്? അതിനാണ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അൻസിബ ചെയ്തോണ്ടിരുന്നതല്ലേ ചേട്ടാ ഇതൊക്കെ? അല്ലേ? അതേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ തന്നെ പറഞ്ഞു ആ കുട്ടി നന്നായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് വീട് നിങ്ങൾ തന്നെ പറഞ്ഞു. എനിക്കറിയാൻ സാധിച്ചത് വളരെ നീറ്റായിട്ട് ആ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മരുന്നൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെല്ലുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും മരുന്ന് പ്രോപ്പറായിട്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്നു ഇൻസുലിൻ കേടായിട്ട് ചീത്തയായിട്ടാണ് കിട്ടുന്നതെന്നൊക്കെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്ന്. ഒരു മീഡിയയിലോ എങ്ങും ആരും ഒന്നും പറയുന്നത് നമ്മൾ കേട്ടില്ല. ആ പെൺകുട്ടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് 1-2 പേര് പറയുന്നതേ നമ്മൾ കേട്ടുള്ളൂ. പിടികിട്ടിയോ റോണിച്ചേട്ടാ? ബാക്കി നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ ഉച്ചയ്ക്ക് 3 മണിക്ക് പറഞ്ഞാൽ രാത്രി 9 മണിക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ആളാണോടല്ല ഡോസേജ് ഡ്രഗ്സ്. ഗൂഗിളിൽ അടിച്ചാല് വാട്ട് ഈസ് ഡോളോ 650? ഡോളോ 650 എന്ന് പറഞ്ഞാൽ മൈക്രോലാബ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. എന്താ അതിന്റെ കോണ്ടന്റ്? പാരസെറ്റമോൾ 650 മില്ലിഗ്രാം. ഇത് അറിയുന്നൊരു കാലഘട്ടത്തിലാണോ നമ്മൾ ഗുണ്ടുമരുന്ന് കൊടുക്കാൻ നോക്കുക? നമ്മൾ എത്രയോ പേര് നമ്മള് 2013-14 മതി ചേട്ടൻ ഇവിടെ ഈ ഡോളോ 650യുടെ കാര്യം പറഞ്ഞ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കൂടാതെ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ചേട്ടൻ ഇപ്പോൾ ഒരു വിമർശിക്കാൻ, എടാ ഇത് കഴിക്കരുത്, ഈ സാധനം കൊള്ളത്തില്ല, ഇത് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മരുന്നിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാമായിരുന്നു, എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് വേറൊരാൾ എന്നോട് പറഞ്ഞപ്പോഴാണ് കേട്ടോ എന്തിനാണ് ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് ഞാനും ആലോചിച്ചത്. കാരണം നിങ്ങളുടെ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുക. അയ്യോ, അവിടെ ഇനി ഇത് കൊടുക്കുന്നുണ്ടായിരുന്നോ? ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനത് തിരക്കിയത് എനിക്ക് ഉത്തരം കിട്ടി. അതായത്
അൻസിബ ഉള്ള സമയത്ത് $650 എന്ന് പറഞ്ഞ ടാബ്ലറ്റ് അവിടെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അതും കൂടെ പറയണമല്ലോ, ചുമ്മാ അങ്ങ് വായി തോന്നിയെന്നൊന്നും വിളിച്ച് പറഞ്ഞിട്ട് അത് ശരിയല്ല. അവിടെ കൊടുത്തിട്ടില്ല. അൻസിബ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഡോക്ടർ റോണി ഉള്ള ടൈമിലും അത് കൊടുത്ത് കാണാൻ ചാൻസ് ഇല്ലായിരിക്കും, കൊടുത്ത് കാണില്ല. കാരണം അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊരു ടാബ്ലറ്റ് അല്ല. കിഡ്നിയും കരളും കൂടാതെ ഈ മൈക്രോ ലാബ്സ് ഇനി അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എന്നോടൊരാൾ പറഞ്ഞ, അദ്ദേഹം ഇത് പറയാൻ കാരണം ഈ ഒരു സംഗതി കേട്ടപ്പോഴാണ്. ഈ ഡോളോ എന്ന് പറയുന്ന പേര്, മൈക്രോ ലാബ് എന്ന് പറയുന്ന കമ്പനി, അത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും ഇതുമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ ഒരു വാർത്തയാണ്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കൊരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ അയച്ച് തന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കിങ്ങനെ എഴുതി തന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു. ആ വീഡിയോ ഇങ്ങനെ കിടപ്പുണ്ട്, ഇൻകം ടാക്സ് റെയ്ഡ് ഓൺ മൈക്രോ ലാബ്സ് മാനുഫാക്ചേഴ്സ് ഓഫ് ഡോളോ 650 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ ഡോളോയുടെ പേര് കേട്ടുകൊണ്ട് മാത്രമാണ് അവരിത് എനിക്ക് അയച്ചു തന്നെന്ന് തോന്നുന്നു. അവരെന്നോട് പറഞ്ഞു, ഒരു കമ്പനിക്ക് മാക്സിമം 145 to 200 crores ടാബ്ലറ്റ് വരെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ? ഇവർ 350 crore നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇൻകം ടാക്സ് വന്നത്. അവരപ്പോൾ ആ ഇയർ തന്നെ BJPക്ക് ഫണ്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം അവർക്ക് ക്ലീൻ ചീട്ട് കൊടുത്തു. കേട്ടല്ലോ. അപ്പൊ ഈ ബാക്കിയുള്ള 150, ബാക്കിയും കൂടെ ഞാൻ വായിക്കാം. അതങ്ങനെ ഒറ്റയടിക്ക് 150 crore മെഡിസിൻ വെള്ളത്തിൽ അലിഞ്ഞുപോയി. ഈ ഓവർ പ്രൊഡക്ഷൻ എവിടെയെങ്കിലും ഒക്കെ വിറ്റ് ചിലവാക്കണ്ടേ? ഇതുപോലെയുള്ള സംഘടനയ്ക്കുള്ളിൽ അമ്മമാർക്കൊക്കെ നല്ല സേഫസ്റ്റ് ഓപ്ഷനാണ്. ഈ ഡോളോ 650 ആയാലും ഫ്രീക്വൻ്റ്ലി ഉപയോഗിക്കാൻ പാടില്ല. ഇറ്റ് ഹാസ് സൈഡ് എഫക്ട്സ്, ലിവർ ഡാമേജ് വരെ വരാം. ആ പാവങ്ങൾക്ക് ഇതെല്ലാം അറിയുമോ? മനസ്സിലായോ നിങ്ങൾ? ഈ ഡോളോ 650യുടെ പേര് പറഞ്ഞുകൊണ്ടാണ് മാത്രമാണ് ഇവർ എനിക്കിത് അയച്ചു തന്നത്. അതായത് ഇങ്ങനൊരു 150 crores എക്സ്ട്രാ ആക്കി അവർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെല്ല് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതുപോലുള്ള സംഘടനകളാണ്. പിടികിട്ടിയോ? സംഘടനകളാണ്. കൂടാതെ BJPക്ക് പൈസ അവിടെ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ക്ലീൻ ചീട്ട് കിട്ടിയത്. ഇതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഈ BJPക്ക് ക്ലീൻ ചീട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ BJP കാരണം ക്ലീൻ ചീട്ട് കിട്ടി എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ശ്വേത ചേച്ചി, അദാനി, കോടികൾ, കൂടാതെ അവിടുന്ന് എലക്ഷന് കൊടുക്കാമെന്ന് പറഞ്ഞ കഥകൾ വരെ നമ്മൾ കേട്ടു. സോ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് എവിടെയോ ഒന്ന് കണക്റ്റ് ആവുന്നില്ലേ. കാരണം ഒരു ബന്ധവും ഇല്ലാതെ പുള്ളി വന്ന് 650യുടെ കാര്യം പറയുകയും ചെയ്തു. എല്ലാം കൂടെ കേട്ടപ്പോൾ ബാക്കി നിങ്ങൾ വായിച്ചു തരാം ഞാൻ. ഇതുപോലുള്ള സംഘടന, ഓക്കെ, ഈ ഡോളോ 650 ആയാലും ഫ്രീക്വൻ്റ്ലി, ഓക്കെ, ആ പാവങ്ങൾക്ക് ഇതെല്ലാം അറിയോ? ഡോളോ 650 സേഫ് ആണെന്ന് വിചാരിച്ച് വേദന വരുമ്പോഴൊക്കെ എടുത്ത് കഴിച്ചാലോ? ഇതിൽ നിന്നൊക്കെയുള്ള നല്ല കമ്മീഷൻ അടിച്ചു മാറ്റുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് ഇവർ ഫസ്റ്റ് ഈ നമ്മുടെ ഡോക്ടർ റോണിയുടെ ഇൻ്റർവ്യൂ അയച്ചു തന്നിട്ട് ഇവർ ഫസ്റ്റ്, ഞാൻ അവരുടെ ഡീറ്റെയിൽ ഒന്നും കാണിക്കില്ല കേട്ടോ, അയച്ചു തന്നിട്ട് അവർ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഇത് കണ്ടായിരുന്നോ? മൈക്രോ ലാബ്സ് ലിമിറ്റഡ് റൺ ചെയ്യുന്നത് ദിലീപ് സുരാന ആൻഡ് ആനന്ദ് സുറാന ആണ്. ഇവർ BJPക്ക് എലക്ഷൻ ഫണ്ട് ചെയ്യുന്നവരാണ്. ചേട്ടാ, ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. മൊത്തത്തിൽ വൽക്കീകരിക്കാൻ നോക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ മൈക്രോ ലാബ്സ് ഫേസ്ഡ് മൾട്ടിപ്പിൾ ക്വാളിറ്റി കംപ്ലൈൻറ്റ്സ്, റെഗുലേറ്ററി ആക്ഷൻസ് ആൻഡ് കംപ്ലൈൻറ്റ്സ് ഇഷ്യൂസ് ഓവർ ദ ഇയർ ഫ്രം ബോത്ത് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ഡ്രഗ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, അത് കൂടാതെ അവർ തന്നെ ന്യൂസ് മിനിറ്റിൻ്റെ ഒരു ചെറിയ റൈറ്റിംഗ് ഒക്കെ ഇട്ട് തന്നതിനകത്ത് അവിടെ കിടപ്പുണ്ട്. പ്രീവിയസ്ലി ന്യൂസിലുണ്ട് 21 lakhs to BJP in 2015 to 16, 9 crore 9 കോടി 2017-18, 3 കോടി 2018-19, 50 ലക്ഷം 2019-20, 2 കോടി 2022-23 മൈക്രോ ലാബ്സ് എന്ന് പറയുന്ന സ്ഥാപനം BJPക്ക് കൊടുത്തിട്ടുണ്ട്. BJPയെ കണക്ട് ചെയ്യുന്ന അമ്മയിലെ കഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സംശയം ഡോക്ടർ റോണി അങ്ങ് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അവിടെ ഇതിൻ്റെ പേരിൽ അങ്ങനൊന്നും അല്ല ഈ ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സംശയം കൊടുക്കുന്നുണ്ടോ ഈ അടുത്തായിട്ട്? അൻസിബയൊക്കെ മാറിയതിന് ശേഷം, അൻസിബ ഉള്ളപ്പോൾ അത് നടന്നിട്ടില്ല, കൊടുത്തിട്ടില്ല. ഡോക്ടർ റോണി തന്നെ പറയുന്നു അൻസിബ വൃത്തിക്കാണ് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതെന്ന്. എന്തിന് നല്ല വൃത്തിക്ക് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടിയെ തട്ടി മാറ്റി? വേറെന്തെങ്കിലും മരുന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാനോ? ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീഡിയോ കാണുന്ന സാധാരണക്കാരെ നിങ്ങൾ പറ. ഇതിപ്പം മേളിലുള്ള ആൾക്കാർ കാണുമ്പോൾ ചിലപ്പോൾ എന്നെ അങ്ങ് പൂളിടുവേ, കുഴപ്പമില്ല, വലിയ ആഗ്രഹമൊന്നും ഇല്ലടോ, പോകുന്നോടം വരെ പോട്ടെ, ആ ഒരു മൂടാ. പക്ഷെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അതിന്
ഒരു ഭയം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പോയി, പിന്നെ ജീവിച്ചിട്ട് വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇൻസുലിൻ്റെ കേസ്, ഒരു കാര്യം കൂടെ ഞാനത് എനിക്കിത് അയച്ചു തന്ന വ്യക്തിയോട് ചോദിച്ചപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞു, ചേട്ടാ പൊട്ടിച്ച ഇൻസുലിൻ 25 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ടെമ്പറേച്ചർ എങ്കിൽ 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ കേടാകാതെ ഇരിക്കും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ കേടാവും. പിന്നെ പൊട്ടിക്കാത്ത ഇൻസുലിൻ എപ്പോഴും റെഫ്രിജറേറ്ററിൽ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെച്ചാൽ അതിന് പുറത്ത് വെക്കാനുള്ള കാലാവധി വരെ കേടാകാതെ ഇരിക്കും. ഓക്കെ, എന്നാൽ നിങ്ങളത് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ അത് സാധാരണയായി 28 മുതൽ 42 ദിവസം വരെ ഉപയോഗിക്കാം. റോണി ചേട്ടാ, പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഐസ് ബോക്സിനെക്കാട്ടിലും തെർമോകോൾ ബോക്സിനെക്കാട്ടിലും ഉപയോഗിക്കും. ബട്ട് കൂൾ പാക്കുകളിൽ വച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഇൻസുലിൻ കൊണ്ടുപോകാറുള്ളത് ബിക്കോസ് ഡയറക്റ്റ് ആയിട്ട് ഐസുമായി കോണ്ടാക്ട് വരാതെ നോക്കാനാണ്. പിന്നെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസ് കൂടി കണക്കിലാക്കേണ്ടതുണ്ട്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ സംശയങ്ങളാണ് ഞാനിവിടെ ചോദിച്ചത് മൊത്തം. അജ്ബ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു. എന്നിട്ടും ആ പെൺകുട്ടിയെ മാറ്റി ഇവിടെ ഇപ്പോൾ ഡോളോ, ആ ചേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ വന്ന ആ ഒരു ഡോളോ 650, അതിൻ്റെ ഞാനല്ല, അത് കേൾക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ സംതിങ് ഫിഷി ആളുകൾക്ക് തോന്നുന്നു. അത് എന്നെ അറിയിച്ചു, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഇത് അയച്ചു തന്ന ആ വ്യക്തിയോട് എന്നെയും കൂടെ ഇങ്ങനെ ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച, സാധാരണ നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ പുള്ളി ഡോളർ 650 കാര്യം പറഞ്ഞു പോയി, അറിയാതെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ, വിട്ടുകളയും. പക്ഷെ അത് ചില ആളുകൾക്ക് സ്ട്രൈക്ക് ആവുന്നത് ഇങ്ങനെയാണ്. ഇത്രയും ബാക്കി വന്നു, ഇതുപോലുള്ളൊരു സംഘടനയിലൂടെ അത് വിറ്റഴിക്കാൻ, തട്ടിവിടാൻ എളുപ്പമാണ്. കൂടാതെ ഒരു BJP കളി, അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതും കൂടെ കിടക്കുമ്പോൾ സംശയങ്ങൾ തോന്നാം അല്ലേ? എനിക്ക് സംശയങ്ങൾ തോന്നി. നിങ്ങൾക്കോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. ഇനി വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചെറുതായിട്ട് ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇതും കൂടെ ഒന്ന് കേട്ടോ നിങ്ങൾ. അഡ്ഹോക് സമിതി എന്ന സംവിധാനം തന്നെ അമ്മയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു സംവിധാനം അമ്മയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അംഗങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അമ്മയുടെ ബൈലോ പ്രകാരം അഡ്ഹോക് സമിതി എന്നുള്ള സംവിധാനത്തെ പറ്റി പരാമർശമേ ഇല്ല. അതായത് ഏതെങ്കിലും കാരണവശാൽ ഒരു ഭരണസമിതി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ഭരണസമിതി തന്നെ തുടരേണ്ടതുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ ചുമതലയേൽപ്പിക്കുന്നവരെ ആ ഭരണസമിതി തുടരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ശ്വേതാ മേനോൻ അധ്യക്ഷയായിട്ടുള്ള സമിതി തുടരേണ്ടതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടേ ഇല്ല. അന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുകയും ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിന് പുറത്ത് ഞാൻ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ശ്വേത ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അത് മാത്രമല്ല അമ്മയുടെ പ്രസിഡന്റ് മാത്രമല്ല അമ്മയുടെ അംഗത്വവും ശ്വേത രാജിവെച്ചിട്ടില്ല. അങ്ങനെ ഒരു രാജിക്കത്ത് പോലും ഈ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന അല്ലെങ്കിൽ അധികാരപ്പെട്ടവർക്ക് ആർക്കും തന്നെ ശ്വേത അയച്ചു കൊടുത്തിട്ടില്ല. മാത്രമല്ല അമ്മയുടെ ഭരണസമിതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ട് കാര്യം. അതായത് ശ്വേതാ മേനോൻ അധ്യക്ഷയായിട്ടുള്ള അമ്മയുടെ ഭരണസമിതി ഇപ്പോഴും നിലനിൽക്കുന്നു. അഡ്ഹോക് സമിതി ഇന്നിപ്പോൾ ഇവിടെ അമ്മയുടെ ആസ്ഥാനത്ത് യോഗം ചേരുകയാണ്. പക്ഷേ അങ്ങനെ ഒരു അഡ്ഹോക് സമിതിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് അമ്മയുടെ ബൈലോ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും മുൻപ് നമുക്കറിഞ്ഞ പോലെ തന്നെ അമ്മയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടുന്ന ഭരണസമിതി രാജിവെച്ചു എന്നുള്ളത് മതി. രമേശ് പിഷാരടിയൊക്കെ നയിക്കുന്നതാണ് അഡ്ഹോക് കമ്മിറ്റി. നിയമപരമായിട്ട് ശരിയല്ല എന്നാണ് പറയുന്നത്. ശ്വേത ചേച്ചി എന്തിനാ ചേച്ചി പിന്നെ ഇറങ്ങി ഓടിയത്? അല്ല, ഇപ്പൊ ഞാനത് ചോദിക്കും. കുറെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ചേച്ചിയുടെ തന്നെ ശിങ്കിടികൾ പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് സങ്കടം വന്നപ്പോ അവൾ ഇറങ്ങി ഓടിപ്പോയതാ. അന്നേ ഞാൻ ചോദിച്ചു, സങ്കടം വന്നപ്പോ ഇറങ്ങിപ്പോയത് ഓക്കെ, പക്ഷെ ആൾക്കാരന്ന് ചോദ്യം ചോദിച്ചപ്പം യെസ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ദിവസം പോയി പൊത്തിലൊളിച്ചിരുന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എങ്ങനെ ഇനി പിടിച്ചു നിൽക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് കളത്തിലേക്ക് ഇറങ്ങാനാണോ? അല്ല, ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, സഹപ്രവർത്തക, അവളുടെ ഒരു വോയിസ് ഇവിടെ വേണ്ട, ഞാൻ പറയുന്നില്ല, അതൊക്കെ വരും. ഓക്കെ, ഒന്നും ഞാൻ മിണ്ടുന്നില്ല. കോമഡി ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക്? ഇവരാരെ പറ്റിക്കാനായി ശ്രമിക്കുന്നത്? ജനങ്ങളെയോ? ജനങ്ങൾ ഇനി നിങ്ങളെ വിശ്വസിക്കുമെന്നാണോ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആ താരസംഘടനയിലുള്ള മെമ്പേഴ്സ് ഈ സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ വീഴുന്നവരെ നിങ്ങൾക്ക് വിലക്കെടുക്കാം. എല്ലാവരെയും ഒന്നും നടക്കത്തില്ല ശ്വേതാ മേനോൻ ജി, കേട്ടോ?
ഇറങ്ങി ഓടി, രാജി കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഇനിയും ബാക്കിയുള്ളവർ ഇപ്പൊ അഡ്നോ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇനിയും രമേശ് പിഷാരടി അല്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ വാ മോളെ വാ, നീ സൂപ്പർ അല്ലേ, നീ ഇറങ്ങിപ്പോയാൽ മൊത്തത്തിൽ മുടിഞ്ഞു പോകില്ലേ, നീ വാ എന്നും പറഞ്ഞ് മറ്റേ താലപ്പൊലിയായിട്ട് വന്ന് വിളിച്ചകത്തേറ്റ് ഇരുത്തണമായിരിക്കും. അപ്പൊ മറ്റേ സാധനം ഓക്കെ മുംബൈക്കറിയാം മുംബൈക്കാരൊക്കെ ഇങ്ങനെയാ എന്നും പറഞ്ഞു വന്ന് കയറുമായിരിക്കും അല്ലയോ, ഒരു നാണോ മാനോ ഇല്ലാതെ. അല്ല, നിങ്ങൾ ഇനിയും തിരിച്ച സ്ഥാനത്തേക്ക് വന്നാൽ അയ്യോ ഓർക്കാനേ വയ്യ. നല്ല പുച്ഛ മാത്രം അതേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടത്തില്ല. കൊടുക്കുമോ നിങ്ങൾ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ടവരെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.